ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിത മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് ഇത്തവണ സംഭവിച്ചിട്ടുള്ളത്. ISL-ൽ കേവലം 3 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സമീപകാലത്ത് പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ക്ലബ്ബുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇഷാൻ പണ്ഡിത ഈ സീസൺ പൂർത്തിയാകുന്നതോടുകൂടി ക്ലബ്ബ് വിടും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഏതായാലും ഖേൽ സമാചാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈസ്റ്റ് ബംഗാളിന്റെ ഒഫീഷ്യൽസ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏതൊക്കെ താരങ്ങളെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പോളിസികൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തിലായിരുന്നു ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നത്. ആ മീറ്റിംഗിൽ ഇഷാൻ പണ്ഡിതയുടെ പേര് ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അടുത്ത സീസണിലേക്ക് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് ഇഷാൻ പണ്ഡിതയാണ്. ഫ്രീ ഏജന്റായ താരത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈസ്റ്റ് ബംഗാൾ നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ശോഭിക്കാൻ കഴിയാതെ പോയ ഒരു താരമാണ് ഇഷാൻ പണ്ഡിത. നമുക്കറിയാം, ക്ലബിന് വേണ്ടി ആകെ 21 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. പക്ഷെ ISL-ൽ ഗോളുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ക്ലബിനകത്ത് തുടരാൻ ഇപ്പോൾ സാധ്യതകൾ കുറവാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.